നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, ഇന്ത്യയിൽ തന്നെ എന്തെങ്കിലും ഒരു തുണ്ട് കിട്ടിയാൽ പോകുന്ന, അതിന്റെ പുറകെ പോയി ഉള്ളത് ഇല്ലാത്തത് എഴുതുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ്. ആ വ്യക്തികൾ മീഡിയ സെന്ററിൽ പോയിട്ട്, ഫോറൻസിക് റോഡിലെ മീഡിയ സെന്ററിൽ പോയിട്ട് 1500 രൂപ കൊടുത്ത് തലേദിവസം പോയി പത്രസമ്മേളനം ബുക്ക് ചെയ്തു, പിറ്റേ ദിവസം പോയി പത്രസമ്മേളനം എടുത്തു. എൻ്റെ പേര് പി ഡി ബാലകൃഷ്ണൻ, പാറക്കൽ ഹൗസ്, ആനക്കൽ PO, മലമ്പുഴ. ഞാൻ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ താമസക്കാരൻ. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഈ മലമ്പുഴ അകമലവാരം ദേശത്ത്, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. ആയതിനാൽ എൻ്റെ ഫാദറിൻ്റെ നാട് ചെങ്ങന്നൂരായിരുന്നു. അവിടുന്ന് വന്ന് 60 വർഷം മുമ്പ് ഇവിടെ വന്ന് 62 വർഷം മുമ്പ് വന്നതാണ്. അങ്ങനെ ഞാൻ ശരിക്കും ഇപ്പോൾ മലമ്പുഴക്കാരനാണ്. മലമ്പുഴക്കാരൻ എന്ന് പറഞ്ഞാൽ പാലക്കാട്ടുകാരനാണ്. എൻ്റെ സ്വദേശവും ജീവിതവും എല്ലാം പാലക്കാട് തന്നെയാണ്. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ പ്രവർത്തിക്കുന്നില്ല. ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. റേഷൻ കാർഡ് സസ്പെൻഡ് ചെയ്ത് പോയി, അത് തരില്ല എന്ന് പറഞ്ഞു. സബ് ഓഫീസറെ കയറി ഇറങ്ങി, പല പ്രാവശ്യങ്ങളിൽ കയറി ഇറങ്ങി, തരാൻ പറ്റില്ല, ഇനി തരില്ല, ഡിസ്മിസ് ചെയ്ത് പോയി. ഉമ്മൻചാണ്ടിയായിട്ട് ബന്ധപ്പെട്ടു, സുതാര്യ കേരളം വഴി ബന്ധപ്പെട്ടു, റേഷൻ കാർഡ് അനുവദിച്ചു കിട്ടി. 2 മാസം സപ്ലൈ ഓഫീസിൽ നിന്ന് വന്നിട്ട്, സപ്ലൈ ഓഫീസിൽ നിന്ന് വന്ന് കൊടുത്തു. ഒരു ആള് വന്നിട്ടാണ് ഇവിടെ ആനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിതരണം ചെയ്ത്. ആദിവാസി മേഖല എന്ന് പറഞ്ഞു. റിംഗ് റോഡ്, അതും സുതാര്യ കേരളവുമായി ബന്ധപ്പെട്ടു. റോഡിന്റെ കാര്യത്തിൽ ഒത്തിരി പ്രവർത്തിച്ചു. റോഡ് ടാർ ചെയ്തു. അതിലും പുരോഗതി ഉണ്ടായി. ആദിവാസികളുടെ കാര്യത്തിൽ പുരോഗതി ഉണ്ടായി. വലിയപാട് ഒരു വിറ്റ്നറി സബ് സെന്റർ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് 2 ദിവസം ആവശ്യപ്പെട്ടു. മൊബൈൽ സർവീസ് ആയിട്ട് 2 ദിവസം തന്നു. അത് കഴിഞ്ഞ് വീണ്ടും പരാതികൾ കൊടുത്തു, പരാതിപ്പെട്ടു. അതിന്റെ പിന്നിൽ തന്നെ പ്രവർത്തിച്ച് ഒരു ആശുപത്രിയും ഇപ്പൊ അത് നിരന്തരമായിട്ട് ഇപ്പൊ ഒരു ഡോക്ടറുടെ താഴെ കുത്തിവെപ്പും കാര്യങ്ങളും മരുന്നും ഒക്കെ കൊടുക്കുന്ന ഒരു ഡിസ്പെൻസറി തന്നെ, ഡിസ്പെൻസറി തന്നെ അവിടെ വന്യമൃഗശല്യം സുതാര്യ കേരളം വഴി പരാതി കൊടുത്തു. ആനക്കല്ല് മുതിരംകുന്ന് മുതൽ എലിവാല് വരെ ഫെൻസിങ്, അന്ന് അതിന് അപ്പുറത്തേക്കേ ഉള്ളൂ, എലിവാല് വരെ ഫെൻസിങ് ഇട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാലത്ത് ഫെൻസിങ്ങിന്റെ പരിപാടി ലൈൻ വലിച്ചു, ഫെൻസിങ് ഇട്ടു. അതിപ്പോ സംരക്ഷിക്കുന്നില്ല. അപ്പം മൃഗങ്ങൾ വരുന്നു, അതിന് ഒരുപാട് ഫണ്ടുകളൊക്കെ അനുവദിച്ചു. അതിന്റെ പുറകെ ഒത്തിരി വനം വകുപ്പായിട്ട് പോയി. അത് അവിടെ വരെ ഫെൻസിങ് ഇട്ട് തന്നു. അത് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മൃഗങ്ങളുടെ ശല്യം ഇപ്പോഴും ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ മുഴുവൻ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ അത് തട്ടിപ്പാണ്. ഇറിഗേഷൻ മുള്ളുവേലി കെട്ടി സംരക്ഷിക്കാൻ വന്യമൃഗങ്ങളോ മറ്റു മനുഷ്യരോ കാച്ച്മെന്റ് ഏരിയ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വേലി കെട്ടി, പല ഭാഗത്തും വേലി കെട്ടി വന്നു. മലമ്പുഴ കാച്ച്മെന്റ് ഏരിയ, ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ മുഴുവൻ കെട്ടിയടക്കാനിരുന്നു. അന്ന് ഇവിടെ ഇരുന്ന റേഞ്ച് ഓഫീസർ, വാളാർ റേഞ്ച് ഓഫീസർ KK സാബു ആയിരുന്നു. സാബു എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയെ നേരിട്ട് കണ്ട്, സാറേ ഇങ്ങനെ ഞങ്ങളുടെ പ്രദേശം വനമേഖലയാണ്, ഇറിഗേഷൻ വേലി കെട്ടി മൃഗങ്ങളെ ഒന്നും ഡാമിലേക്ക് വെള്ളം കുടിക്കാൻ വന്യമൃഗങ്ങളെ പോലും അനുവദിക്കില്ല, അതുകൊണ്ട് സാർ എന്തെങ്കിലും ഒരു നടപടി ഇതിന് സ്വീകരിച്ചു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് തന്നെ ആ സമയം തന്നെ ഇന്നും പൂർത്തീകരിക്കാൻ ടാപ്പിംഗ് തൊഴിലാളിയാണ്. എന്റെ പാരമ്പര്യം, എന്റെ അച്ഛനും അമ്മയൊക്കെ ടാപ്പിംഗ്. അന്ന് 2 മക്കളെ എനിക്ക് വിദ്യാഭ്യാസത്തിന് വിടാൻ കഴിയുന്നില്ല. എന്റെ സാമ്പത്തികം എനിക്ക് അനുവദിക്കുന്നില്ല. അന്ന് നിസ്സാര തുകകളാണ് ജോലി ചെയ്താൽ കിട്ടുന്നത്. അങ്ങനെയാണ് എന്റെ മക്കളെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം ഒക്കെ. ഈ നാട്ടില്, ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല, ബോട്ടില്ല, റോഡില്ല. അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ രാവിലെ വൈകിട്ട് ഒരു മലമ്പുഴ ഡാമിൽ ഗംഗ എന്ന് പറയുന്ന ഒരു സർവീസ് ബോട്ടുകളാണ് ഓടുന്നത്. യാത്ര വളരെ ക്ലേശകരമാണ്, റോഡില്ല, കറണ്ടില്ല. അപ്പൊ ആ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് പഠിപ്പിക്കാനുള്ള മാർഗങ്ങളില്ല. എന്റെ വീട്ടില് എന്റെ അമ്മയും അച്ഛനും ഒക്കെ രോഗികളാണ്. അവർക്ക് മരുന്നുകൾ വേണം, ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോ വരുമാനങ്ങളൊന്നുമില്ല. ലോണും കടബാധ്യതയിലും ഞങ്ങൾ മുങ്ങി കുളിച്ചു കിടക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഒരു നിർത്തിയില്ല, വളരെ കഷ്ടപ്പെട്ടു. രാത്രി 10 മണിക്ക് എല്ലാ മനുഷ്യരും ഉറങ്ങുന്ന സമയത്താണ് ഞാന് ഹെഡ്ലൈറ്റ് വെട്ടി ആന, പാമ്പ്, വന്യമൃഗങ്ങളുടെ കൂടെ രാത്രി 10 മണിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങും.
എൻ്റെ മകന് എനിക്ക് വിദ്യാഭ്യാസ കുറവാണ്. എൻ്റെ മകനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ 10 മണിയാകുമ്പോൾ ടാപ്പിങ്, സാധാരണഗതിയിൽ ലേബർ ആക്ട് അനുസരിച്ച് ഒരു തൊഴിലാളി 300 മരമാണ് ടാപ്പ് ചെയ്യുക. ഞാൻ 1000, 1200 മരം ഈ മുക്കടക്കാരുടെ തോട്ടത്തിൽ ഒരു 700, ഒരു ദിവസം ഒരു 750, ഒരു ദിവസം ഒരു 720, അപ്പുറത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു 500 മരം അങ്ങനെ ടാപ്പ് ചെയ്തിട്ടാണ് രാത്രി 10 മണിക്ക് ഹെഡ്ലൈറ്റ് കെട്ടിയിട്ട് വല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങി 10 മണിക്കാണ് ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പകല് പിറ്റേ ദിവസം 12 സൗകര്യം ഇല്ല, ഭക്ഷണ സൗകര്യം ഇല്ല. ഈ നാട്ടില് വിദ്യാഭ്യാസപരമായിട്ട് ഈ മുക്കടക്കാരുടെ എസ്റ്റേറ്റിൽ ഒരു ജോലി ആശ്രയിച്ചാണ് അന്ന് കാലങ്ങളിലൊക്കെ കഴിയുന്നത്. അവര് ചലിച്ചില്ലേ ഞങ്ങളൊക്കെ പട്ടിണി കിടക്കും. ചെലവ്, അവരുടെ വാഹനത്തിന്റെ ചെലവ് എല്ലാം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്ന് പോകുന്നതിന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് മലമ്പുഴ 1 വില്ലേജിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ. കളക്ട്രേറ്റ് താലൂക്കിൽ നിന്ന് വരണമെങ്കിൽ പിന്നെ ഒരു 10 കിലോമീറ്റർ കൂടെ കൂടും, 45 കിലോമീറ്റർ സഞ്ചരിച്ച് വരണം. ഞാൻ അവിടെ ചെന്നു, വില്ലേജ് ഓഫീസിൽ പോയി വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു. തരാം എന്ന് പറഞ്ഞു. അപ്പൊ റേഷൻ കാർഡ് വരുമാനത്തിൽ കുറഞ്ഞാണ്, തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ജോലി? ഞാൻ ഇപ്പോ എല്ലാ കസ്റ്റഡിയിലും എനിക്ക് ജോലിയുണ്ട്, ഞാൻ അവിടുത്തെ സൂപ്പർവൈസറാണ്. സാലറി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ എന്റെ മാനേജറെ വിളിച്ച് പറഞ്ഞപ്പോ വന്നു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നു. അതുകൊണ്ട് 2 മണിയാകുമ്പോൾ തരാം എന്ന് പറഞ്ഞു. വരുമാന സർട്ടിഫിക്കറ്റ് 2 മണിക്ക് പറഞ്ഞ് തിരിച്ചു കളിച്ച് പോയതാണ്. സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബിന്ദു എസ് എന്ന് പറഞ്ഞ സ്ത്രീ എന്നോട് പറഞ്ഞു 2500 രൂപ തന്നാൽ സർട്ടിഫിക്കറ്റ് ഉടനെ തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വില്ലേജ് ഓഫീസറെ, ചാർജുള്ള ഓഫീസറെ കാണുന്നില്ല. എന്റെ പെങ്ങളുടെ മകനോട് ഈ പ്രസന്നൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നു 3000 രൂപ തന്നാൽ കാലത്ത് 9 മണിക്ക് തരാം, കാലത്ത് 9 മണിക്ക് 3000 രൂപ തന്നാൽ തരാം. അപ്പൊ അങ്ങനെ അവര് ശടിച്ചു പറയുന്നു. ഞങ്ങളുടെ വീടിന്റെ പുറകില്, പഴയ വീടിന്റെ പുറകില് താമസിക്കുന്നിടത്ത് പിന്നെ 2 മരം ഉണ്ടായിരുന്നു. ആ ഫ്ലഡ് കാലത്ത് വന്ന് ഇവരുമായിട്ട്, വില്ലേജുകാരുമായിട്ട് തെറ്റാനുള്ള ഒരു കാരണം അതാണ്. ആ വീടിന്റെ പുറത്തേക്ക് ചെരിഞ്ഞു. അപ്പൊ അത് വെട്ടി മാറ്റാനായിട്ട് ഒരാഴ്ച തുടർച്ചയായിട്ട് മഴയാണ്. ഇവരെ പോയി കണ്ടു. ഇവർ 6000 രൂപ ആവശ്യപ്പെട്ടു. ഇവരത് നോക്കിയില്ല, മരം നോക്കിയില്ല. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അവർ വന്നു. ഒരു ഓട്ടോറിക്ഷ പിടിച്ചു വേറെ എവിടെ പോകുന്നു. എന്നോട് ഓട്ടോറിക്ഷ കൂലി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഈ ബിജുകുമാർ എന്ന് പറയുന്ന വില്ലേജ് ഓഫീസറെ അപ്പോഴാണ് കാണുന്നത്. ഈ പ്രസന്റും ബിജുകുമാറും കൂടെ വന്നിട്ട് എനിക്ക് ഒരു കാര്യം ചെയ്തു തന്നില്ല, 600 രൂപ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കില്ല എന്നും പറഞ്ഞില്ല, കൊടുക്കാനും പറഞ്ഞില്ല. നിങ്ങൾ പോയിട്ട് വാ, വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ കൊടുത്തില്ല. അതോടുകൂടി ഇവര് ഭയങ്കര വൈരാഗ്യബുദ്ധിയായി വലിയ പ്രശ്നത്തിലേക്ക് അങ്ങ് നീങ്ങി എന്ന് പറഞ്ഞാൽ എന്നെ ചെയ്യാവുന്ന ദ്രോഹങ്ങൾ മുഴുവൻ. അതിനു മുമ്പ് ഒരു റിസർവേഷൻ കൊടുത്തു, 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട് കൊടുത്തില്ല. തഹസിൽദാരും വില്ലേജ് ഓഫീസറും എല്ലാവരും കൂടെ പിന്നെ ആദ്യം ഉൾപ്പെടെ വന്ന് വീട് പൊളിക്കാനും കൊടുക്കാനും. അതിന് ഞാൻ പാലക്കാട് മുനിസിപ്പൽ കോടതിയിൽ നിന്ന് സ്റ്റേ മേടിച്ചു. അത് ഇപ്പൊ 12 വർഷം കഴിഞ്ഞു. ആ കേസ് ഞാൻ ജയിച്ചു. ഒരുപാട് റവന്യൂ വകുപ്പിൽ നിന്ന് ഒരുപാട് പിന്നെ ഉപദ്രവങ്ങളുടെ അനുഭവങ്ങളുണ്ടായി. അപ്പം ഞാനൊരു വിവരാശം എന്ത് കൊടുത്താലും വിവരാശം എടുക്കും. ഉദ്യോഗസ്ഥരെ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട പണികൾ ചെയ്യിപ്പിക്കും. അതിന് യാതൊരു തടസ്സമില്ല. അത് ഇന്നും ചെയ്യും. എനിക്ക് നാളെ ആയുസ് ഉണ്ടെങ്കിൽ നാളെയും ചെയ്യും, ഇന്നലെയും ചെയ്യും. എനിക്കൊരു എന്നിലുള്ള ഒരു ന്യൂനത എന്ന് പറഞ്ഞാല് ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. SNDP ആണ് എന്റെ പാരമ്പര്യമൊക്കെ. 91 സങ്കീർത്തനം ആഴമായ ഒരു പിന്നെ വിശ്വാസമാണ്. ആ വിശ്വാസം അനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയി. വരുമാന സർട്ടിഫിക്കറ്റിന് പോയി വ്യക്തിക്ക് കിട്ടുന്ന അനുഭവം ജയിലാണ്. എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. പിന്നെ ജയിലിൽ എന്ന് പറയുമ്പോഴത്തേക്ക് തഹസിൽദാർ അടുത്ത് ചെല്ലുമ്പോൾ അവരെ കളിയാക്കി വിടുന്നു. ആനിവറൈസ് എന്ന് പറയുന്ന അഡീഷണൽ തഹസിൽദാർ എന്നെ ഒരുപാട് ഹറാസ് ചെയ്തു. ഹറാസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉപദ്രവങ്ങൾ മുഴുവൻ അവർ ചെയ്തു. ബിജുകുമാർ എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉപദ്രവങ്ങൾ മുഴുവൻ അയാൾ ചെയ്തു. ഹിന്ദു എംഎസ് ഈ വില്ലേജിലെ ജീവനക്കാർ മൊത്തം പോലീസിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു, ജയിലിൽ കിടന്നു. എന്നെ 2 ദിവസം അറസ്റ്റ് ചെയ്തു. എന്നാലും എനിക്കറിയില്ല, എന്നിലുള്ള ആരോപണം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല. എന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല. ഞാൻ അത്രയും ഒരു മനുഷ്യരോട് ഞാനൊരു വാക്കറ്റത്തിന് ഒരു തർക്കത്തിന് സർട്ടിഫിക്കറ്റ് പോയി 2 മണിയാകുമ്പോൾ തരാമെന്ന് പറഞ്ഞു. സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണു, തരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞു. കളക്ടർക്ക് പരാതി കൊടുക്കണു. 3-4 ദിവസം നടന്നു. ഇവിടുന്ന് പോകണമെങ്കിൽ രാവിലെ പോയാൽ വൈകുന്നേരം വരെ വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ടിൽ പോയിരിക്കുകയാണ്. തരാന്ന് പറഞ്ഞു. അക്ഷയ ചെല്ലുന്നു. ഇതിനൊക്കെ എന്തെങ്കിലും രേഖകളുണ്ട്. അക്ഷയ ചെല്ലുന്നു, നിങ്ങൾക്ക് പിന്നെ വെരിഫിക്കേഷൻ പറഞ്ഞു. അവസാനം ഞാൻ അതിനോട് ചെന്നു. എന്റെ പെങ്ങളുടെ സ്വർണം വിറ്റു.
എന്റെ പെങ്ങളുടെ വണ്ടി വിറ്റു എന്റെ മകനെ കാനഡയിൽ വിദേശത്ത് വിദ്യാഭ്യാസത്തിന് വിടാൻ വേണ്ടി 25 ലക്ഷം രൂപ കാനഡ യൂണിവേഴ്സിറ്റി കെട്ടി. വീണ്ടും പോകണമെങ്കിൽ 15 ലക്ഷം രൂപ കൊടുക്കണം. 10 ലക്ഷം രൂപ മലമ്പുഴ കാനറ ബാങ്കിന്റെ ലോണുമാണ്. അതിനുവേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റ് പോകുന്നത്. രൂപയുടെ മൂല്യം ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഈ വില്ലേജ് ഓഫീസിലെ കേസിൽ തന്നെ ഒരു 3 ലക്ഷം രൂപയുടെ നഷ്ടം. പിന്നെ ഈ ഡോളറിന്റെ മൂല്യം കൂടി രൂപയുടെ മൂല്യം ഇടിഞ്ഞു. അങ്ങനെ വന്നു. കാല് പിടിച്ചവരോട് കരഞ്ഞു, തന്നില്ല. കൈക്കൂലി ചോദിച്ചു, കൊടുത്തില്ല. അവസാനം കളക്ടറുടെ പരാതി കൊടുത്തുകൊണ്ടാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് അവിടുന്ന് മെസ്സേജ് ഒന്നും വന്നില്ല. ഞാൻ ഓൺലൈൻ വഴി എടുത്തു. കാനറ ബാങ്കിന്റെ അവരൊക്കെ എത്ര നല്ല ഉദ്യോഗസ്ഥന്മാര് വില്ലേജ് ഓഫീസിൽ ചെന്ന് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഉദ്യോഗസ്ഥർ ഇല്ലെങ്കിൽ എന്റെ മോന് പോകാൻ കഴിയില്ല. അപ്പൊ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വെക്കണ്ട, അത് പിന്നീട് നിങ്ങൾ മേടിച്ചു തന്നാൽ. അവസ്ഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പൊ നിങ്ങൾ ഇതിൽ വെക്കണ്ട, ഞങ്ങൾ ഇന്ന് തന്നെ ലോൺ പാസ്സാക്കിയേക്കാം എന്ന് പറഞ്ഞ് അതിന്റെ ഉദ്യോഗസ്ഥർ വന്നു. എന്റെ പെങ്ങളുടെ വീടും ഒരു 15 സെന്റ് സ്ഥലത്തിന്റെ വീടിന്റെ ആധാരം കൊണ്ട് പണയം വെച്ച് ആണ് ഈ 10 ലക്ഷം രൂപ കാനറ ബാങ്കിൽ നിന്ന് ലോൺ അനുവദിക്കുകയും ഇത് തരും. അപ്പം കാനറ ബാങ്കിന്റെ മാനേജർ അന്ന് ദിവ്യ എന്ന് പറയും. മേഡം ഞാൻ പോയി കണ്ടു, മേഡം എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, ഒരു സർട്ടിഫിക്കറ്റും അവിടുന്ന് കിട്ടാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ മേഡം എന്നോട് പറഞ്ഞു, സാർ ഞങ്ങൾ 6 മാസമായി, അപ്പുറത്തെ ഇപ്പുറത്തെ ചുമരാണ്, 6 മാസമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നടക്കാൻ തുടങ്ങിയിട്ട് കിട്ടുന്നില്ല. ആയതിനാല് അതുകൊണ്ട് ഞാൻ അപ്പൊ പറഞ്ഞു കൈക്കൂലി കൊടുത്താലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാനേജർ വന്നിട്ട് അവർക്കും ഇതുപോലെ വരുമാന സർട്ടിഫിക്കറ്റിൽ പോയിട്ട് ഈ വിജയകുമാർ എന്ന് പറഞ്ഞ വ്യക്തി കൊടുത്തില്ല. അവര് അഹങ്കാരിയാണ്, അവിടെ അമൃതാനന്ദമയ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി എറണാകുളത്താണ് അവരുടെ വീട്, അവർക്കും കൊടുത്തില്ല. ഒരു മനുഷ്യനും അവിടെ കാശ് കൊടുത്തില്ലെങ്കിൽ ഈ വില്ലേജിൽ നിന്ന് ഒരു രേഖകളും കിട്ടില്ല. വില്ലേജ് ഓഫീസിലെ രേഖ വിജയകുമാർ, ആനി വർഗീസ്, പ്രസന്നൻ, ബിന്ദു MS ഈ 2018 കാലഘട്ടത്തിൽ ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. ഒരു അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ പ്രൊമോഷനായ ആ കസേരയിൽ തന്നെ വില്ലേജ് ഓഫീസറുടെ ചെയറിലേക്ക് ഇപ്പുറത്തെ കസേരയിൽ നിന്ന് അപ്പുറത്തെ കസേരയിലേക്ക് മാറുന്നു. അങ്ങനെ പ്രൊമോഷൻ കൊടുത്ത് വിജയകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഉന്നതനാണ്. രാഷ്ട്രീയമായിട്ടല്ല, പിന്നെ MT അസോസിയേഷന്റെ വലിയ സംഘടനയുടെ ഒരാളാണ്. ഞാൻ എവിടെയെല്ലാം പരാതി കൊടുത്താലും ആ പരാതികളൊന്നും വരില്ല. അങ്ങനെ തഹസിൽദാർ വിളിച്ചു എന്നെ ആക്ഷേപിച്ചു, ഞാൻ കയ്യേറ്റക്കാരനാണ്, ബന്ധുക്കോസുകാരനാണ്, അങ്ങനെ അവർ ആക്ഷേപിച്ചു വിട്ടു. ഞാൻ അത് മുഴുവൻ റെക്കോർഡ് ചെയ്തു. ആദ്യം വിളിച്ചു എന്നെ വിളിച്ചു ഒത്തിരി ആക്ഷേപിച്ചു. രണ്ടാമത് അടുത്ത് പോയി അത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് ഞാൻ ഹാജരാക്കേണ്ട അടുത്ത് മുഴുവൻ ഹാജരാക്കും, റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവര് റവന്യൂ വകുപ്പ് തന്നെ 2012 തൊട്ട് വേട്ടയാടി റവന്യൂ വകുപ്പ്, മലമ്പുഴ അന്നിരുന്ന പോലീസ്, ഇന്നൊക്കെ ഇരിക്കുന്ന പോലീസുകാർക്ക് എത്ര മര്യാദക്കാരും മാന്യമായിട്ടുള്ള ആൾക്കാരും എന്ത് കാര്യത്തിന് പോയാലും ഫോണിൽ കൂടെ പറഞ്ഞ അവർ കാര്യങ്ങൾ ചെയ്യും. ആ കാലഘട്ടത്തിൽ എനിക്കിവിടെ പല പ്രശ്നങ്ങൾ. മലമ്പുഴ പോലീസ് അന്ന് ഷമീർ എന്ന് പറഞ്ഞ SI ആയിരുന്നു വില്ലേജ് ഓഫീസിലെ കേസിന്റെ സമയത്ത്. ശബരിമല ഹർത്താലിന്റെ ദിവസം വന്ന് പ്ലാനായിട്ട് വന്നിട്ട് അപ്പൊ അതിന്റെ തലേ ദിവസമാണ് കേസുണ്ട്, എന്റെ പേര് കേസുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത്. ഞാൻ അന്ന് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തു. കോടതി ഫയൽ നമ്പർ ഇട്ടു. അപ്പൊ വെള്ളിയാഴ്ച ഇതിന് കൊടുത്തു. ശനിയാഴ്ച ഹർത്താലാണ്, ശബരിമല പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാള് പ്ലാനായിട്ട് വന്ന് തഹസിൽദാർ ആനി വർഗീസ് ഇടപെട്ടു, വില്ലേജ് ഓഫീസർ ഇടപെട്ടു, പിന്നെ വില്ലേജ് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാം ഇടപെട്ട് ഇപ്പൊ ഒരു വില്ലേജ് ഓഫീസർ വിളിച്ചു പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? അല്ലെ ഒരു തഹസിൽദാർ എന്ന് പറഞ്ഞാൽ ആരാണ്? തഹസിൽദാർ വിളിച്ചു പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് പവറുള്ള അധികാരികളല്ലേ, എക്സിക്യൂട്ടീവ് പവറില്ലേ അവർക്ക് എന്നെ അറസ്റ്റ് ചെയ്യാലോ. ഈ ഷമീർ എന്ന് പറയുന്ന ആ പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ അയാള് കേരള പോലീസിന്റെ അഭിമാനം കെടുത്തുന്ന ഒരു വ്യക്തിയാണ്. കേരള പോലീസ് അങ്ങനെ ഒരു പോലീസുകാരനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അയാളെന്നെ വിളിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷൻ 2 മണിയായപ്പോ എന്നെ അറസ്റ്റ് ചെയ്തു. ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് എന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷന്റെ ഷട്ടർ അങ്ങോട്ട് ഇട്ടു. എന്റെ കൈയൊക്കെ കാലം തല്ലി ഓടിക്കും. ന്യൂസിലെസ്സൊന്നും എന്നെ ഇവിടുന്ന് ഈ 25 കിലോമീറ്റർ കൊണ്ടുപോകണം വരെ വണ്ടിയിൽ ഇരുന്ന് അവിടം വരെയും തരി പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പൊതുജനത്തിന്റെ കുറെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒരുപാട് ക്യാമറയുടെ മുമ്പിൽ നിർത്തി ഒരുപാട് ചീത്ത വിളിച്ചു. സത്യനാരായണനോട് പറഞ്ഞു കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. സത്യനാരായണൻ എന്ന് പറഞ്ഞ കോൺസ്റ്റബിൾ ആ പോലീസിന് അത് കഴിഞ്ഞ് എനിക്ക് 4 ആഴ്ച പോലീസിന്റെ ഈ വില്ലേജ് ഓഫീസിലെ ബിന്ദു MS കേസിൽ 4 ആഴ്ച എനിക്ക് പോലീസ് മുമ്പാകെ പോയിട്ട് 10നും 15നും ഇടയ്ക്ക് പോയി ഒപ്പിടണം. ആ ഒപ്പിടാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോ 10 മണിക്ക് 11 മണിക്ക് 1 മിനിറ്റ് മുമ്പ് എന്നെ ഒപ്പിടിച്ചു വിടിയിട്ടില്ല. ഞാൻ നിയമങ്ങളൊക്കെ വളരെ കർക്കശമായിട്ട് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. 10 മണിക്ക് ഞാൻ ഹാജരാകും. 10 മണിക്ക് ഹാജരായാൽ 11 മണി വരെ ഒന്നും ഇരിക്കാൻ പറയില്ല. ഈ SI അവിടെ നിന്ന് കളിയാക്കും. ഈ SIയും ഈ സത്യനാരായണൻ എന്ന് പറയുന്ന പോലീസുകാരനും എന്നെ ഒരുപാട് ആക്ഷേപിച്ച് 11 മണിയാകുമ്പോഴത്തേക്ക് അങ്ങനെയായിട്ട് ഞാനൊരു മെമ്പറെ കൊണ്ട്, പഞ്ചായത്ത് മെമ്പറെ കൊണ്ട്, ഒരു ആദിവാസിയാണ്, അവരെ ആക്ഷേപിച്ചു. അന്നത്തെ ആക്ഷേപിച്ച്
മെമ്പർക്ക് വേറെ പണിയില്ലേ, ഇങ്ങനെയുള്ളവരും കൊണ്ടാണോ വരുന്നത്, കയ്യേറ്റക്കാരെയും ക്രിമിനലുകളെയും കൊണ്ടാണോ മെമ്പർ വരുന്നതെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. 5 ആഴ്ച 4 ആഴ്ച ഒപ്പിടേണ്ടതിന് 5 ആഴ്ച മെമ്പർ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടു. അത് കഴിഞ്ഞ് ATM പൈസ, പിന്നെ എന്റെ മോൻ പൈസ ഒരു 15,000 രൂപ എടുത്തു. അത് ATM പൈസ വന്നില്ല. അതിന് പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് അന്വേഷിച്ചില്ല. ഞാൻ ഒരുപാട് പരാതികൾ, എനിക്ക് ബാങ്കുമായിട്ട് മന്തക്കാട് മലമ്പുഴ കാനറ ബാങ്കുമായിട്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പം അവർക്ക് അവിടെ നിന്ന് ഒരു പൈസയും വേണ്ട, ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെയുണ്ട്. അത്രയധികം സഹായിക്കുന്ന ആൾക്കാർക്ക് ആ മാനേജർക്കെതിരെ എങ്ങനെ ഞാൻ കേസ് കൊടുക്കും? 15,000 രൂപ എന്നെ നഷ്ടപ്പെട്ടു. പോലീസിന് പരാതി കൊടുത്തു. പോലീസ് ഒരു അന്വേഷണം CCTV ഒന്ന് പരിശോധിച്ചു എന്ന് പറയുന്നു. ഒരു അന്വേഷണം നടത്തിയില്ല. ആ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് പിന്നെ എന്ത് പരാതി കൊടുത്താലും പോലീസ് അന്വേഷിക്കില്ല. പോലീസ് അന്വേഷിക്കാതെ വരുമ്പോൾ ഞാൻ വെള്ളയ്ക്ക് പോകും. ഒന്നില് SP കാണും, അല്ലെങ്കിൽ DYSP കാണും. അവരെ വിളിച്ച് പറയുമ്പോൾ എന്റെ മുമ്പിൽ നിന്നാണ് അവരെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് കലികൂടി ഈ വൈരാഗ്യങ്ങൾ മുഴുവൻ എന്നോട് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വണ്ടി കൊണ്ട് പോകുമ്പോൾ SI വണ്ടി കൊണ്ട് പുറകെ വരും. എവിടെയും പോകാൻ പറ്റില്ല. എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ജയിലിലേക്ക് വിട്ടു. അത് ഞാൻ പോയി ജാമ്യം കിട്ടി, പത്രത്തിൽ കൊടുത്തു. എന്റെ ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവിടെ വെച്ച് എന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടു. പിന്നെ മാതൃഭൂമിയിൽ എന്റെ ഫോട്ടോ സഹിതം എന്റെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി എന്നെ വസ്ത്രം ധരിക്കാൻ പോലും സമ്മതിച്ചില്ല. അന്ന് പനിയാണ്. ഞാനൊരു കൊളസ്ട്രോൾ രോഗി, ഷുഗർ പേഷ്യന്റ് ഒക്കെയാണ്. എനിക്ക് നമ്പർ 3 മജിസ്ട്രേറ്റിന് എന്നെ 2 മണിക്ക് അറസ്റ്റ് ചെയ്ത് രാത്രി 10 മണിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാമത്തൂടെ ലോകം മുഴുവൻ എന്നെ കൊണ്ടുവന്നു. എന്നെ കൊല്ലം വേണ്ടി തന്നെയാണ് ഈ ഷമീർ എന്ന് പറയുന്ന വ്യക്തിയും ഈ സത്യനാരായണനും അന്ന് ശ്രമിച്ചു. ആര് വെടിവെച്ച് വന്നാലും ഞാൻ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല, പള്ളിപ്പുള്ളി മാറില്ല. ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പോരാടും എന്റെ മരണം വരെ. ഇനിയിപ്പോ ഞാനൊരു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി, മനുഷ്യാവകാശ കമ്മീഷൻ, പിന്നെ DGP, മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി ഇപ്പൊ പരാതി കൊടുക്കാത്തടത്ത് ഒരു പരാതിയും പോകില്ല. ഒരു പരാതിയും ഇതിനെ കുറിച്ച് ഒരു നടപടി ഉണ്ടാവില്ല. വിജയകുമാർ ചെല്ലുന്നവരോട് വില്ലേജ് ഓഫീസിൽ പോയാൽ ഒരു പേപ്പർ കിട്ടില്ല. ഞാനൊരു ക്ഷീര കർഷകനാണ്. വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടിയാല് മിൽമേന്ന് കാലിത്തീറ്റ കിട്ടുള്ളൂ. അതും കിട്ടില്ല. വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ല. പിന്നെ വില്ലേജ് ഞാൻ അപ്പൊ ധരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ത്യൻ പൗരനല്ല, ഞാൻ പാകിസ്ഥാനിൽ നിന്നെന്തോ വന്നതുമാതിരിയാണ് എന്നെ കാണുമ്പോൾ വില്ലേജ് ഓഫീസിൽ കയറി എനിക്ക് കേസാണ്. അപ്പം ഞാൻ പേടിച്ച് ഭയപ്പെട്ട് വില്ലേജ് ഓഫീസിലേക്ക് പോകാറില്ല. ഈ അടുത്ത കാലത്തൊക്കെയാണ് വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലുന്നത്. ഞാൻ നമ്പർ 3 മജിസ്ട്രേറ്റോട് കൂട്ടുകാരോട് പറയുന്ന പോലെ എല്ലാവരും പറഞ്ഞു, മജിസ്ട്രേറ്റ് എനിക്ക് ചികിത്സ തരണമെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് 317 ഷുഗർ ജില്ലാശുപത്രി ടെസ്റ്റ് ചെയ്യും. എനിക്ക് ഭക്ഷണം തന്നില്ല. 2 മണിയാകുമ്പോൾ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്താൽ എനിക്ക് വെള്ളം തരണം, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം തരണം, എനിക്ക് മരുന്ന് തരണം. ഇതൊന്നും തന്നില്ല. അവിടെ പോയി പരിശോധിച്ചു വന്നു. ഡോക്ടർ പിന്നെ മജിസ്ട്രേറ്റ് നമ്പർ 3 മജിസ്ട്രേറ്റ് എന്നോട് പറഞ്ഞു ഇയാൾക്ക് ചികിത്സ കൊടുക്കണം. പോലീസുകാരെ നല്ലപോലെ ശാസിച്ചു. ചികിത്സ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എഴുതി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വിവരമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ കോടതി 2 പേരെയും കൊണ്ടുപോവാ, ജാമ്യം ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞായറാഴ്ചത്തെ പത്രത്തിലും നിമിഷ നേരം കൊണ്ട് വാട്സാപ്പിൽ ലോകം മുഴുവനും ഞായറാഴ്ചത്തെ മനോരമ പത്രത്തില് എന്റെ ഫോട്ടോ സഹിതം ഞാൻ കയ്യേറ്റക്കാരനാണ്, ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുത്തു പോകുന്ന വ്യക്തിയാണ്, വളരെ മോശമായിട്ട് എന്റെ പേരിൽ പത്രത്തില് ഫോട്ടോ സഹിതം വന്നു. ഞായറാഴ്ചത്തെ പത്രത്തിൽ വന്നു, തിങ്കളാഴ്ചത്തെ പത്രത്തിൽ വന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ എനിക്ക് ജാമ്യം തരാൻ പാടില്ല. പിന്നെ ഞായറാഴ്ചത്തെ പത്രം തിങ്കളാഴ്ചത്തെ പത്രം എടുത്ത് മജിസ്ട്രേറ്റിനെ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. ഇത് പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ മജിസ്ട്രേറ്റ് പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു ഞാൻ ജയിലിലാണ്, ഞാൻ എന്ത് വന്നാൽ ഈ കക്ഷിക്ക് ജാമ്യം കൊടുക്കും. ജാമ്യം ബാക്കിയാണ് കഥകളൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് മജിസ്ട്രേറ്റ് പറയുകയും ചെയ്തു. എനിക്ക് ഞാൻ കോടതി പോയി എന്റെ ഒരു സിവിൽ കേസ്, എന്റെ അമ്മയുടെ പേരിലുള്ള സിവിൽ കേസ് നിലനിൽക്കുകയാണ്. വീട് കൊടുക്കണം, അതിന് 50,000 കൊടുക്കണം. 50,000 കൊടുത്താൽ എനിക്ക് എന്റെ റെക്കോർഡ് ഒക്കെ. 50,000 ഇല്ലെങ്കിൽ എന്റെ വീട് പൊളിക്കണം, തൊഴുത്ത് പൊളിക്കണം, സ്ഥലം പുറമ്പോക്കാണ്, കാച്ച്മെന്റ് ഏരിയ ആണ്. നിങ്ങൾ ആര് വേണമെങ്കിലും ഒന്ന് പരിശോധിക്കും. 70-75 വർഷമായിട്ട് കൈവശമുള്ള എന്റെ മുത്തശ്ശൻ കൊടുത്ത ഭൂമിയാണ്. എന്റെ അമ്മയ്ക്ക് എന്റെ അമ്മയുടെ അപ്പം കൊടുത്ത മുത്തശ്ശന്റെ 75 വർഷത്തിന് മുകളിൽ കൈവശമുള്ള ഭൂമിയാണ്. 50,000 കൊടുത്താൽ അതിന് പ്രശ്നമില്ല. 50 പൈസ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. കോടതിയിൽ പോയി കളക്ടർക്ക് നോട്ടീസ്, SP നോട്ടീസ്, മലമ്പുഴ പോലീസിന് നോട്ടീസ്, എന്റെ എല്ലാ കാര്യങ്ങളിലും എന്റെ വസ്തുവിനും എന്റെ ജീവനും സംരക്ഷണം തരണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും നോട്ടീസ് അയച്ചു. അപ്പൊ പോലീസ് അപ്പൊ വീണ്ടും കുറച്ച് മര്യാദയ്ക്കും മാന്യതയിലേക്കും വന്നു. പിന്നെ അന്ന് ആ കാലഘട്ടങ്ങളിൽ ഇരുന്ന ഉദ്യോഗസ്ഥരെല്ലാം മാറി പിന്നീട് വന്നവരെല്ലാമായിട്ട് വളരെ സൗഹൃദമാണ്. ഇപ്പോഴും മലമ്പുഴ പോലീസ് അല്ലെങ്കിൽ SP. എന്നിട്ട് ഇതൊക്കെ വെച്ചൊരു പത്രസമ്മേളനം നടത്തി. 1,500 രൂപ പത്രസമ്മേളനം നടത്താൻ വേണ്ടി 1,500 രൂപ വീതി കിട്ടുമോ?
ഒരു വ്യക്തിക്ക് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, ഇന്ത്യയിൽ തന്നെ എന്തെങ്കിലും ഒരു തുണ്ട് കിട്ടിയാൽ പോകുന്ന, അതിന്റെ പുറകെ പോയി ഉള്ളത് ഇല്ലാത്തത് എഴുതുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ്. ആ വ്യക്തികൾ മീഡിയ സെന്ററിൽ പോയിട്ട്, ഫോറൻസിക് ബോർഡിലെ മീഡിയ സെന്ററിൽ പോയിട്ട് 1500 രൂപ കൊടുത്ത് തലേദിവസം പോയി പത്രസമ്മേളനം ബുക്ക് ചെയ്തു. പിറ്റേ ദിവസം പോയി പത്രസമ്മേളനം നടത്തി. ഏതായാലും അത് പത്രസമ്മേളനം നടത്താനുണ്ടായ കാരണം വിജയകുമാർ പറഞ്ഞു, ഞാൻ കൊടുത്തിരിക്കുന്ന പരാതി മുഴുവൻ പിൻവലിക്കണം, കുണ്ടകളെ വിട്ടിട്ടും ഭീഷണിപ്പെടുത്തുകയാണ്. അല്ലെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, എന്നെ തട്ടിക്കളയും, എനിക്ക് ഭീഷണിയാണ്. അപ്പൊ ഞാൻ എന്റെ വക്കീലിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ജയിലിൽ കിടന്ന് ഇതിൽ കൂടുതൽ നാണം കെടാനില്ല. ഇനി ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? എന്റെ കുടുംബങ്ങളെല്ലാം അകന്നു പോയി, എന്റെ കുടുംബജീവിതത്തെ തകർന്നു പോയി, മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അത്രയധികം നാണക്കേടായി. ഇത്രയും വലിയൊരു കോവിഡ് കാലത്ത് ഹോളി ഫാമിലി സ്കൂളിൽ ഫോണില്ല. ആദിവാസി കുട്ടികൾ, ആദിവാസി മേഖലയാണ്. പല വ്യക്തികളും പല സംഘടനകളുമായി കൈകോർത്തു 22 സ്മാർട്ട് ഫോൺ ആ സ്കൂള് വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അവരെന്റെ പൊന്നാട് 1500 രൂപ വിലയുള്ള സ്മാർട്ട് ഫോണും 22 കുട്ടികളുടെ വ്യക്തികളിൽ നിന്നും അവരുടെ അക്കൗണ്ട് നമ്പറിലേക്കും പിന്നെ എന്റെ കയ്യിലുമായിട്ട് പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിലുള്ള വിജയകുമാർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ പരാതികളെല്ലാം പിൻവലിക്കണം. ഇപ്പൊ ഞാൻ പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ട്, ഹോം മിനിസ്റ്റർക്ക് നിയമമന്ത്രിക്ക് രാജ്നാഥ് സിംഗിന് പരാതി അയച്ചിട്ടുണ്ട്, ഹോം സെക്രട്ടറിക്ക്, പോലീസിന്റെ പരാതി ബഹറയ്ക്ക് അയച്ചിട്ടുണ്ട്, ഗവർണറിനോട്ട് താഴെ മുഴുവൻ പരാതി അയച്ചിട്ടുണ്ട്. ഈ വിജയകുമാറിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. കിസാൻ സഭയിലെ വ്യക്തികളുമായിട്ടും PTOമായിട്ടും ഒക്കെ ഈ കേസുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. എന്നെ ഇവര് പോലീസും റവന്യൂ വകുപ്പും ഒക്കെ കൂടെ തന്നെ എന്നെ കൊലപ്പെടുത്താൻ തന്നെ അവർ തീരുമാനിച്ചു. അവര് ഗുണ്ടകളെ വിട്ടു. പിന്നെ ഞാൻ കൊടുത്ത പരാതിയൊക്കെ പിൻവലിക്കണം. എത്ര ലക്ഷം വേണമെന്നാണ് ഈ വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി ചോദിക്കുന്നത്. പരാതി കൊടുത്തു, നിയമസഭാ സമിതിക്ക് പരാതി കൊടുത്തു, വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതൊന്നും പറഞ്ഞതാണ് ഔദ്യോഗിക ലെറ്റർ എനിക്ക്. പക്ഷെ അയാൾ വീടിന്റെ തൊട്ടടുത്ത് 5 കിലോമീറ്റർ അപ്പുറത്ത് കളക്ടറുടെ ബംഗ്ലാവിന്റെ പുറവശത്ത് എപ്പോഴും ജോലി ചെയ്യുന്നത്. ഇപ്പോഴും ജോലി ചെയ്യുന്നത് ജില്ലാ കളക്ടർ കൊടുത്ത റിപ്പോർട്ടിലാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത് അദ്ദേഹം. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. കളക്ടറുടെ ബംഗ്ലാവിന്റെ പുറകുവശത്ത് ഒരു ഓഫീസിൽ അവിടെ തഹസിൽദാരുണ്ട്, അയാളുടെ കൂടെയാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇനിയിപ്പോ എനിക്ക് നിരാകാരമുണ്ട്. ഞാൻ ഇനിയിപ്പോ എനിക്ക് ഇപ്പോഴും അതിന്റെ കേസ് ഞാൻ ജില്ലാ ഓഫീസിലെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കേസിന് തൂക്കി കൊന്നില്ലെങ്കിൽ ഇനി തൂക്കാൻ വിധിക്കുകയാണെങ്കിൽ ആ ശിക്ഷ കോടതിയെ ഞാൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. കോടതി വിധി എന്ത് വന്നാലും എനിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും ഞാൻ അംഗീകരിക്കും. കോടതി വിധി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിയമം നല്ലപോലെ അനുസരിക്കാൻ അറിയാം, അനുസരിച്ച് ഞാൻ പഠിച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോ എനിക്ക് കേസ് വരികയാണെങ്കിൽ ഞാൻ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഇതിന്റെ പുറകിൽ മാറില്ല. ഇതിന്റെ സത്യാവസ്ഥയ്ക്ക് വേണ്ടി ഒരാളെങ്കിലും പോരാടുന്നല്ലോ. ചില വ്യക്തികൾ പറഞ്ഞു 2500 കൊടുത്തൂടെ. എന്റെ കുടുംബക്കാർ പറയുന്നു 2500 അന്ന് 2500 3000 കൊടുത്തിരുന്നെങ്കിൽ ഈ 6-6.5 വർഷം ജയിലിൽ കിടക്കണം, അല്ലെങ്കിൽ കേസ് നടത്തണം. അല്ലെങ്കിൽ കേസ് നടത്തണല്ലോ. ഇപ്പം 6 വർഷമായിട്ട് ഞാൻ കേസിന്റെ പുറകെ നടക്കുകയാണ്. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം കേസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇനി ഇപ്പൊ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. ഇത്രയും നാണക്കേട് സഹിച്ചു, ജയിലിൽ കിടന്നു. ഷമീർ എന്ന് പറയുന്ന അയാളെ കുറിച്ച് എങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞ ഒത്തിരി തരം താന്നു പോകും. അയാള് പോലീസിന് ഒരു മിനിറ്റ് അയാൾക്ക് യൂണിഫോം ധരിച്ചിരിക്കാനുള്ള യോഗ്യതയില്ല. എന്റെ ഒരു സുഹൃത്ത് വഴി പിന്നെ ഈ മണ്ണാർക്കാട് MLA സംസദിന് ഇയാളെ വിളിച്ചു. അയാൾക്ക് വലിയ പോരാളിയായി പോയി. അതിന് എന്നെ കുറെ കളിയാക്കി. സംസദിന് നേരിട്ട് പരിചയം ഉണ്ട്. എന്റെ ഒരു സുഹൃത്ത് വഴി എന്തായാലും കേസെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അതൊക്കെ അയാൾക്ക് പോരാളിയായി പോയി. ഇയാൾ കുറെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റോ മതപരമായിട്ടോ എങ്ങനെയൊക്കെയോ ഇയാൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഇയാൾ എന്നോട് പറഞ്ഞത് 3 മാസം കഴിഞ്ഞാലും എനിക്ക് ജാമ്യം കിട്ടില്ല, അതിനുള്ള വകുപ്പെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ പോലീസിൽ നിന്ന്. ആർക്ക് കിട്ടും നീതി? എങ്ങനെ നീതി കിട്ടും? നമ്മുടെ ഭരണഘടനയിൽ എന്താണ്? ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അതിൽ എന്റെ മോൻ വിദേശത്തേക്ക് പോകുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നില്ല. കോപ്പറേറ്റീവിലെ ഡോക്ടർ ഇപ്പൊ ഞാൻ ലക്ഷങ്ങൾ അവിടെ ചെലവാക്കിയ അബോധാവസ്ഥയായി. എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ വൈകിടക്കും ഛർദിയുമായി ബോധമില്ലാതെ എന്റെ ഷുഗർ കൂടി, കൊളസ്ട്രോൾ കൂടി, എത്രയോ ദിവസങ്ങൾ ഇൻസുലിൻ ഒക്കെ എടുത്തിട്ടാണ് എനിക്ക് വൈകിടക്കും ഛർദിലുമായിട്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എത്ര ദിവസങ്ങൾ കിടന്നു. സർട്ടിഫിക്കറ്റുകളൊക്കെ അതിനൊക്കെ ഞാൻ ഏതായാലും നിയമയുദ്ധത്തിന് തുടങ്ങി 2 കൽപ്പിച്ചു. എനിക്ക് ഏതായാലും 58 വയസ്സാകാൻ ഇനി 1 മാസമോ 2 മാസമേ ഉള്ളൂ. ഇനി ഇപ്പൊ എനിക്ക് എന്റെ മക്കളെ പഠിപ്പിക്കണ്ട.
അല്ലെങ്കിൽ എന്റെ കുടുംബത്തില് ചെലവിന് ഞാൻ പണിയെടുത്തോണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് ബാധ്യതകളുണ്ട്, കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ നിയമ പോരാട്ടത്തിന് മുന്നോട്ട് തന്നെ പോകും. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി നിരാഹാരം കിടക്കണോ, ഞാൻ കിടക്കും. ഈ കേസ് ഇനി വീണ്ടും പുനരന്വേഷിക്കണം. ഞാൻ ആനി വർഗീസ് ഓർത്ത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവരെന്നെ ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ ബന്ധുക്കോസ് വിശ്വാസിയാണ്, ബൈബിൾ വിശ്വസിക്കുന്നു പറഞ്ഞു. അവര് പറഞ്ഞു ബന്ധുക്കോസുകാർ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു മറുപടി, ബന്ധുക്കോസുകാർ നല്ല ബന്ധുക്കോസുകാർ കയ്യേറില്ല. എല്ലാവരും ബന്ധുക്കോസുകാരെന്ന് പറയാൻ പറ്റുമോ? ബന്ധുക്കോസുകാർ നല്ല വിശ്വാസമുള്ള ബന്ധുക്കോസുകാർ ഒരു ബന്ധുക്കോസുകാരും ഇനി സർക്കാരിന്റെ ആയിക്കോട്ടെ മറ്റൊരു വ്യക്തിയുടെ ആയിക്കോട്ടെ ഒരു വ്യക്തിയുടെ കയ്യേറും. ഒരു ആദിവാസിന്റെ വെട്ടി, ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള വിളക്ക് ഉണ്ടായി, വെട്ടി. അതിനും ഭർത്താവ് ജയിലിലായി പോയി. ഭാര്യ വെളിയിലും ഇവർക്ക് ഇടം കൈയും വലം കൈയും അറിയാത്ത ആൾക്കാരാണ്. അവർ വരുമാന സർട്ടിഫിക്കറ്റ്, അപ്പൊ അവരോട് കൈക്കൂലി ചോദിച്ചു, കൊടുത്തില്ല. ആ വിവരം വാക്കാൽ അവരെ ധരിപ്പിച്ചപ്പോ അവർ പറഞ്ഞത് അത് നന്നായിട്ടേ ഉള്ളൂ, കൊടുക്കണ്ട. ഈ ആനി വർഗീസ് പറഞ്ഞതാണ്, അത് കൊടുക്കേണ്ട കാര്യമില്ല, അത് അത്ര നല്ല കുറവായിട്ടില്ലേ. ഞാൻ പറഞ്ഞു മേഡം അവർ ആദിവാസിയല്ലേ, ഏത് വാസിയാണെങ്കിലും ജയിലിൽ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. എന്നോട് ജയിലിൽ കിടന്നോട്ടെ എന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ മേഡം എന്താ ഇങ്ങനെ പറയണേ? അപ്പൊ തെറ്റുകാരൊക്കെ എല്ലാവരും തെറ്റുകാരാണെന്ന് പറഞ്ഞു. അപ്പോ പ്രാങ്കാമളക്കൽ ഞാൻ പറഞ്ഞാണ്, അന്ന് ബിഷപ്പ് എന്റെ പേര് കേസുണ്ട്, പ്രാങ്കാമളക്കൽ തെറ്റുകാരനാണ്. കേരളത്തിലെ മുഴുവൻ ബിഷപ്പുമാരും തെറ്റുകാരാണോ? അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ ബിഷപ്പുമാർ തെറ്റുകാരാണോ? പ്രാങ്കാമളക്കൽ തെറ്റുകാരൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള ബിഷപ്പുമാർ മുഴുവൻ തെറ്റുകാരാണോ എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ മറുപടിയാ. അവരപ്പോ ഇത് കൊടുക്കാൻ പാടില്ല, ആദിവാസിയാണെങ്കിലും കടന്നോട്ടെ, നല്ല കുടുംബമാണെങ്കിൽ അത് തലയ്ക്ക് കൊത്തുവോ ജയിലിൽ കിടക്കുവോ എന്നൊക്കെയാണ് അവരെന്നോട് മറുപടി പറഞ്ഞത്. അവരോട് ഞാൻ ഈ വാക്കാല് പിന്നെ ഞാൻ കണക്കൂട്ടി, എന്റെ മനസ്സുകൊണ്ട് തന്നെ കണക്കൂട്ടി. അവരുടെ അടുത്ത് ഏത് പരാതി പോയാലും അവരത് നിൽക്കും. അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് ACBയുടെ ഇത് കൊടുത്താൽ അത് നിൽക്കും. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പിന്നെ പരാതികളൊന്നും ആയിട്ട് പോയിട്ടില്ല, പിന്നെ അവരുടെ മുമ്പിലേക്ക് പോയിട്ടേ ഇല്ല. അവരെന്നെ ഒരുപാട് അധിക്ഷേപിച്ചു, അവര് റിട്ടയർഡായി പോയി. അവരെ കാണുമ്പോഴത്തെ നമ്മളെ വളരെ പുച്ഛിച്ചു തള്ളി. ഇങ്ങനെയുള്ള നടപടികളൊക്കെയാണ് മുൻഗാമികൾ വഴിയാണ് വിജയകുമാർ കൈക്കൂലി വാങ്ങുന്നത്. മലമ്പുഴ ജില്ലയിലെ വീട്ടുകാർ എടുക്കട്ടെ, വീട്ടുകാർ എടുത്ത് അത് പരിശോധിക്കട്ടെ. വിജിലൻസ് എത്രയോ പ്രാവശ്യങ്ങൾ പോയി ചോദിച്ചു, കളക്ടറേറ്റിലാന്ന് പറഞ്ഞു. വീട്ടുകാർ എടുക്കാൻ കഴിയുന്നില്ല ഉദ്യോഗസ്ഥർക്ക്. വിജിലൻസ് പരാതി എടുത്ത പരാതിയില്ല. വിജിലൻസ് കോടതി, ഹൈക്കോടതി രജിസ്ട്രാർ, മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി. ഇനി എവിടെയാണ് പരാതി എന്നെ കൊടുക്കേണ്ടത്? ഇനി ആർക്കാ കൊടുക്കേണ്ടത്? അവസാനം പാലക്കാട് ഞാൻ പോയിട്ട് പാലക്കാട് ബോർഡ് വെക്കത്തെ ഓഫീസുണ്ട് പാലക്കാട്, ഇന്റലിജൻസ് മേധാവിയെ പോയി കണ്ടു. അതെനിക്ക് കുറെ നിയമോപദേശം തന്നു. അത് വെച്ചിട്ടാണ് ഞാൻ പ്രധാനമന്ത്രിക്കും ഹോം മിനിസ്റ്റർക്കും ആഭ്യന്തരമന്ത്രിക്കും എല്ലാം ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. എന്നെ പാലക്കാട് എനിക്ക് അത് തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് ഒരു പരാതി വന്നിട്ടുണ്ട്. അതിന് മറുപടി എടുത്തിട്ടുണ്ട്. അതൊരു നല്ല മേഡമായിരുന്നു. ആ പെരുന്നാളിന്റെ സമയത്ത് പോയി അതിന് മൊഴി കൊടുത്തിട്ടുണ്ട്. പോലീസിന് പരാതി കൊടുത്ത, ആഭ്യന്തര വകുപ്പിൽ പരാതി കൊടുത്ത ഒന്ന് മലമ്പുഴ പോലീസ് വിളിച്ച് മൊഴിയെടുക്കും, അല്ലെങ്കിൽ DYSP ഓഫീസിൽ ഒന്ന് വിളിച്ച് മൊഴിയെടുക്കും. അവര് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടാണ് മൊഴി കൊടുക്കുന്നത്. റവന്യൂ വിജിലൻസ് എന്ന് പറഞ്ഞ് എറണാകുളത്തിന് ഇവിടുന്ന് പോണെ പണി വല്ലതും ഉണ്ടാകും. റവന്യൂ വിജിലൻസിന് പരാതി കൊടുത്തു. ഒരു ആദിവാസി എന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സാക്ഷിയും വെച്ചു. സാക്ഷി വെച്ച് വിജയകുമാർ ഇടപെട്ട് 5000 രൂപ സാക്ഷിക്ക് കൊണ്ട് കൊടുത്തു. 5000 രൂപ വിജയകുമാർ അവിടെ പോയി. ഞാൻ എറണാകുളത്ത് റവന്യൂ വിജിലൻസിൽ പോയിട്ട് മൊഴി കൊടുത്തു. മൊഴി കൊടുത്തു കഴിഞ്ഞപ്പോ സാക്ഷിക്ക് 5000 കൊണ്ട് കൊടുത്തു. 5000 കൊണ്ട് കൊടുത്ത് സാക്ഷി നട്ടിമറിച്ചു. ഇപ്പൊ ബാലകൃഷ്ണൻ കേസ് പിൻവലിക്കണമെങ്കിൽ എത്ര ലക്ഷം വേണമെന്നാ ചോദിക്കുന്നത്. ഇനി 15 കോടി തന്നാൽ ഞാൻ പിൻവലിക്കില്ല. ഒന്നിന് ഞാനൊന്നും മരിച്ചല്ലാതെ പിരിയില്ല. വീട്ടുകാരെ ഞാൻ കോടതിയിൽ എത്തിക്കും, അതിന് യാതൊരു സംശയമില്ല. വിജയകുമാറിന്റെ കാലത്തെ അഴിമതി മുഴുവൻ ഞാൻ പുറത്തു കൊണ്ടിരിക്കും. നിങ്ങള് ഈ കവലൊരു കോറിയുണ്ട്, കവലൊരു കോറി വിൽക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് മേടിച്ചു. അതിന് കൈക്കൂലി ചോദിച്ചു. അന്നത്തെ മന്ത്രി ഇയാളാണ്, എന്താണ്, മാത്യു ടി തോമസ് ആണ്. അതിന് 20,000 രൂപ കൈക്കൂലി ചോദിച്ചു. റിക്കാർഡ് ശരിയാക്കണം. അതാ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമാണ്. കല്യാണത്തിന് രജിസ്ട്രേഷൻ നടന്നില്ല. അദ്ദേഹം വാട്സാപ്പിലും ഈ മന്ത്രിക്ക് പരാതി അയച്ചു, എല്ലാരും പരാതി അയച്ചു. പക്ഷെ നടപടി ഉണ്ടായില്ല. അവസാനം ആ വ്യക്തിയുടെ ഭാര്യ അയൽക്കൂട്ടത്തിൽ നിന്ന് 10,000 രൂപ എടുത്തുകൊണ്ട് പോയിട്ട് ഈ വ്യക്തിക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് ആ സ്ഥലം ഒന്ന് വിൽക്കാൻ പറ്റിയത്. മലമ്പുഴ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്.
മലമ്പുഴ കാനറ ബാങ്കിന്റെ മാനേജരോട് ഈ വിവരം ഞാൻ പോയി പറഞ്ഞു. മേഡം ഇങ്ങനെയാണ് കല്യാണം പറഞ്ഞാൽ പോവുകയാണ്, മേഡം സഹായിക്കണമെന്ന് പറഞ്ഞു. ആ മേഡം കാനറ ബാങ്കിൽ സൗമ്യ എന്ന് പറയുന്ന മേഡം ചെയ്തത് ലോകത്തില് ഒരു മാനേജരും അവർ ചെയ്യില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരിൽ ലോണ്, ഭാര്യ കുട്ടിയുടെ അമ്മയുടെ പേരിൽ ലോണ്, പിന്നെ കുട്ടിയുടെ അച്ഛന്റെ പേരിൽ ലോണ്, 2 ലക്ഷം രൂപ അവർ ലോൺ കൊടുത്തു. അവരെ പൈസ അടച്ചു, തിരിച്ചടച്ചു, ഒരു ഈടും ഇല്ലാതെ. ഇല്ലെങ്കിൽ കല്യാണം തുടങ്ങിപ്പോയി. ഈ വിജയകുമാർ എന്ന വ്യക്തിനെ അനധികൃതമായി കണ്ടമാനം സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. അനധികൃതമായി കണ്ടമാനം സ്വത്ത്